മുജാഹിദ് സംഘടന കൃത്യമായി പറഞ്ഞു, മുസ്ലിം ലീഗിന് അവർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഒരാളെ പോലും പരിഗണിച്ചില്ല എന്ന പരിഭവം അവർ വ്യക്തമായി പറഞ്ഞു. ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കുക, ഒരു സ്ഥാനാർത്ഥി ആവശ്യപ്പെടുക, അവരെ പരിഗണിച്ചില്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുക, ഇങ്ങനെ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് ലീഗിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ സമസ്ത മാറുമോ? ഒരിക്കലും സമസ്ത അങ്ങനെ മാറാൻ ഉദ്ദേശിക്കണില്ല. അത് മുജാഹിദ് പാർട്ടിന്റെ നയം അങ്ങനെ ആയിരിക്കും. സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ നയം ഒരു സമ്മർദ്ദ തന്ത്രത്തിലില്ല. നമ്മൾ ഏത് പാർട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അത് പറ്റുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യും. അതല്ല, അയാളെ നിർത്തി ജയിച്ചു വന്നതിന് ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തി മനസ്സിലാക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് എതിരിൽ പ്രവർത്തിച്ചാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ആളാണെങ്കിലും അവർക്ക് എതിരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അപ്പോൾ പ്രവർത്തിക്കേണ്ടി വരും. മുസ്ലിം ലീഗ് വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. പത്രമാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നു, സമസ്ത എതിർത്തു, സമസ്തയുടെ യോജിപ്പ് വിയോജിപ്പ്. ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തണമോ നിർത്തണ്ടേ എന്നുള്ളത് അവരുടെ ഒരു ആഭ്യന്തരമായ പ്രശ്നമല്ലേ? അതിൽ സമസ്ത ഇടപെടേണ്ടതുണ്ടോ? അല്ല, അത് ഇപ്പോൾ ചോദിച്ചാൽ പിന്നെ വനിതാ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച് സമസ്ത അങ്ങനെയൊക്കെ പല ഇതുകൂടെ കേട്ടു. സമസ്ത കണ്ണുരുട്ടി, അപ്പോൾ പേടിച്ചു എന്നൊക്കെ. അങ്ങനെ സമസ്ത അങ്ങനെ കണ്ണുരുട്ടിയിട്ടൊന്നുമില്ല. സമസ്തയിൽപ്പെട്ട ആരെങ്കിലും അതിൻ്റെ മതപരമായ വീക്ഷണങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. അതോടുകൂടി തന്നെ മുസ്ലിം ലീഗ് എന്നുള്ളത് ഒരു സെക്കുലർ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു മതത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട പാർട്ടിയല്ല. മതത്തിൻ്റെ മുസ്ലിം എന്നുള്ള പേരുണ്ടെങ്കിലും മുസ്ലിങ്ങളെ മാത്രം അവകാശങ്ങൾ നേടിയെടുക്കുന്ന പാർട്ടിയല്ല. മുസ്ലിങ്ങളെയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയൊക്കെ അവകാശങ്ങൾ പ്രത്യേകം നേടിയെടുക്കുക. അതോടൊപ്പം ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവവും ഇന്ത്യ രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചിലപ്പോൾ സംവരണ സീറ്റിൽ നിർബന്ധമായിട്ട് പരിഗണിക്കേണ്ടി വരും. അതാണിപ്പോൾ പഞ്ചായത്തുകളിലൊക്കെ കാണുന്നത്. അതല്ലാതെയും ചിലപ്പോൾ പരിഗണിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടങ്ങൾ അവർക്കുണ്ടാവാം. മനസ്സിലായില്ലേ? അങ്ങനെ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് ഉള്ള അതിൻ്റെ ഒരു ശക്തി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടിനെ പരിഹസിക്കപ്പെടുകയോ അങ്ങനത്തെ ഒക്കെ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലക്ക് പരിഗണിക്കപ്പെടേണ്ട ചില സന്ദർഭങ്ങളിൽ അവർ പരിഗണിച്ചാൽ അതൊരു തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് അവർ എന്നോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വനിതാ സ്ഥാനാർത്ഥിനെ ഒരാളെ വനിതനെ നിർത്തുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾക്ക് നിങ്ങളെ രാഷ്ട്രീയമാവുന്ന നിലക്ക് നിങ്ങളെ നിലനിൽപ്പിന് അത് നിർബന്ധമായി ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ പരിഗണിക്കുന്നത്. നമ്മളതിന് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മളതിനൊന്നും പിന്നെ അതിന് നമ്മൾ എതിരായ ഒരു അഭിപ്രായമൊന്നും നമ്മൾ പറയില്ല. കാരണം അത് നിർബന്ധമാവണം. എങ്ങനെ ഇവർക്ക് പരിഗണിക്കൽ, ഇവർ വനിതനെ പരിഗണിക്കപ്പെടണം. ആ പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ പാർട്ടിൻ്റെ ഇമേജ് നശിപ്പിക്കപ്പെടുന്ന നിലക്കുള്ള പ്രസ്താവനകളും മറുപ്രസ്താവനകളൊക്കെ ആളുകളിൽ നിന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കാം മുസ്ലിം ലീഗ് ഒരു വനിതാ സ്ഥാനാർത്ഥിനെ എന്തായത് പരിഗണിച്ചിട്ടുള്ളത്. വനിതാ സ്ഥാനാർത്ഥികളെ സാധാരണഗതിയിൽ ഇലക്ഷനിൽ നിർത്തിവരുന്നത് സംവരണ തത്വം പാലിക്കുക എന്ന നിർബന്ധിത സാഹചര്യത്തിലാണ്. നിയമസഭയിലേക്ക് അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യം ഇല്ല. അഥവാ വനിതാ സ്ഥാനാർത്ഥിക്ക് സംവരണം കൊടുക്കണമെന്ന നിയമം വന്നിട്ടില്ല. നിയമം വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നത് സ്വാഭാവികമായും അത്യാവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നം പരിഹരിക്കാൻ തീർച്ചയായും നമുക്ക് സാധ്യമാകുന്നുണ്ട്. സ്ത്രീകൾക്ക് ഇസ്ലാം മുന്തിയ പരിഗണന കൊടുത്തിട്ടുണ്ട്, അവർക്ക് സ്ഥാനങ്ങളും നൽകിയിട്ടുണ്ട്. അതേസമയത്ത് ഇലക്ഷനിൽ ഒരു കുടുംബിനി ഇറങ്ങി പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ പരിധിയും പരിമിതിയുമുണ്ട്. അതേസമയത്ത് നിർബന്ധമായും സംവരണ തത്വം വന്നാൽ അത് പാലിക്കേണ്ടി വരും. അത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഘടകമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായി ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു അനിവാര്യ ഘടകമല്ല. ഇനി മുസ്ലിം ലീഗ് നിർത്തണമോ നിർത്തണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ കാര്യമാണ്. അതിൽ അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ല. കൂടുതൽ സീറ്റുകൾ സംവരണം സ്ത്രീകൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ അന്നത്തെ നേതാക്കൾ സമസ്തയോട് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം ചോദിച്ചിരുന്നു. സംവരണ സീറ്റുകളിൽ നിർബന്ധമായ ഒരു അവസ്ഥ വന്നതുകൊണ്ട് സ്ത്രീകളെ നിർത്താമെന്നും ജനറൽ സീറ്റുകളിൽ അത് അനുവദിക്കേണ്ടതില്ല എന്നുമുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് തുടർന്നു പോകുന്നത്. ഇപ്പൊ അതിനൊക്കെ മാറ്റം കാണുന്നുണ്ട്. അത് സമസ്തയുടെ തത്വവുമായിട്ട് യോജിച്ചൊരു സംഗതിയല്ല എന്നുകൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എല്ലാത്തിടത്തും നിർത്തണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. പ്രാപ്ത
പ്രാപ്തരായ ആണുങ്ങൾ കുറെ ഉണ്ടല്ലോ, അവരെ തന്നെ നിർത്തിയാൽ മതി എന്നുള്ള നിലക്കാണ് സമസ്ത അനുവാദം കൊടുത്തത്. സമസ്തയോട് കൂടെ നിൽക്കണം, സമസ്ത തീരുമാനത്തോടു കൂടെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷം ജനങ്ങളും സമസ്തയുടെ ആളുകളാണ്. അവരുടെ ആദർശത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഒരു മുസ്ലിം സംഘടനയ്ക്ക് യോജിച്ചതല്ല.